മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. സൈലം ലേണിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും എ ഗ്രേഡ് വേണ്ട ഒരു ചോദ്യമായിട്ട് ടീച്ചർ വന്നിരിക്കുന്നത്. എൻ്റെ പേര് ശ്രുതി എന്നാണ്. നിങ്ങൾക്ക് ഇന്നിതാ മാരത്തോൺ ഉണ്ട് കേട്ടോ, 7:30. നാളെ പരീക്ഷയാണല്ലോ, അതിനോടനുബന്ധിച്ച് ടീച്ചർ ഒരു മാരത്തോൺ കുറേ ക്വസ്റ്റ്യൻസ് ആയിട്ടൊക്കെ വരുന്നുണ്ട്. ഇതാ ഇന്ന് ടീച്ചർക്ക് പറയാനുള്ള ഒരു ചോദ്യം കത്തെഴുതുന്നതാണ്. എല്ലാവർക്കും അറിയാമോ കത്തെഴുതാൻ? എല്ലാവരും കത്തെഴുതാറുണ്ടോ? നമുക്കൊരു കത്തെഴുതി നോക്കിയാലോ? പരീക്ഷയ്ക്ക് വന്നാലും ഇല്ലെങ്കിലും ഒക്കെ നമ്മൾ കത്തെഴുതാൻ പഠിക്കണം അല്ലേ? നോക്കൂ, ഇന്നലെ മണിക്കുട്ടിയുടെ പിറന്നാളായിരുന്നു. പിറന്നാൾ ദിനത്തിൽ വിപുലമായ പരിപാടികളാണ് അവൾ വീട്ടിലൊരുക്കിയത്. നിങ്ങളും പിറന്നാൾ ആഘോഷിക്കാറില്ലേ? ഈ വിശേഷങ്ങൾ എന്തൊക്കെയാണ് അല്ലേ? ആ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? എല്ലാ വിവരവും ഉൾക്കൊള്ളിച്ച് ഫ്രണ്ടിനൊരു കത്തെഴുതുക, സുഹൃത്തിന്, ചങ്ങാതിക്ക്, അങ്ങനെയൊക്കെ നമുക്ക് പറയാം. അപ്പൊ കത്തെഴുതുമ്പോൾ ആദ്യം എന്ത് വേണമെന്നറിയോ? നമ്മള് എവിടെയാണ് നമ്മുടെ സ്ഥലം? കോഴിക്കോട്. ഞാനായതുകൊണ്ട് നിങ്ങൾക്ക് ഏത് സ്ഥലം അത് എഴുതാ. പിന്നെ തീയതി എഴുതാ, 20/12/25 അല്ലെ? അതിപ്പോ കഴിഞ്ഞ ദിവസത്തെ ഒരു ഇതാണ്, ഞാൻ ഇത് ഉണ്ടാക്കിയ ദിവസമുള്ള ഡേറ്റ് ആട്ടോ ഇട്ട. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡേറ്റ് ഇടാം. പ്രിയപ്പെട്ട മാളുവിന്, നിങ്ങളുടെ ഫ്രണ്ടിന്റെ പേര് എഴുതണം, പ്രിയപ്പെട്ട എന്നയാൾക്ക്. എന്നിട്ടൊരു കോമ ദാ. എന്നിട്ട് അടുത്തതിൽ ചോദിക്കുക, നിനക്ക് സുഖം തന്നെയാണോ? അല്ലെ സുഖമാണെന്ന് വിശ്വസിക്കുന്നു. വീട്ടിലെല്ലാവരും സുഖമായിരിക്കുന്നു. നീ സ്കൂളിൽ പോകാറില്ലേ? ഇന്നലെ എൻ്റെ പിറന്നാളായിരുന്നു. നീ അറിഞ്ഞിരിക്കുമല്ലോ. നിനക്ക് വരാൻ കഴിയാഞ്ഞിട്ടാണ് എന്ന് എനിക്കറിയാം അല്ലേ? നിനക്ക് വരാൻ കഴിയാഞ്ഞിട്ടാണ് എന്നെനിക്കറിയാം. എൻ്റെ കൂട്ടുകാരെല്ലാം ഇവിടെ വന്നിരുന്നു. നിറയെ അലങ്കാരങ്ങളും സമ്മാനങ്ങളും പ്രിയപ്പെട്ടവരുമൊക്കെയായി ഒരു കുഞ്ഞാഘോഷം. എല്ലാവരും ഒരുമിച്ച് വന്നപ്പോൾ എനിക്ക് എന്ത് സന്തോഷമായെന്നോ. പിറന്നാളിന് അച്ഛൻ എനിക്കൊരു സൈക്കിളാണ് വാങ്ങി തന്നത്. വിശേഷം പറയാണേ, ഒരുപാട് വിഭവങ്ങളുമായി അമ്മ പിറന്നാൾ സദ്യയും ഒരുക്കി. നല്ല രുചിയുള്ള കേക്ക് ഉണ്ടാക്കി തന്നത് എൻ്റെ ചിറ്റയായിരുന്നു. നിന്നെ എനിക്ക് വല്ലാതെ മിസ്സായി. അടുത്ത പിറന്നാളിന് നീയും കൂടെ വേണം. അന്ന് നമുക്ക് ഒരുമിച്ച് പാവപ്പെട്ട കുറേ പേർക്ക് ഭക്ഷണം കൊടുക്കാം. വീട്ടിലെല്ലാവരോടും ചോദിച്ചതായി പറയണം. എന്ന് സ്നേഹത്തോടെ മണിക്കുട്ടി. എന്ന് സ്നേഹത്തോടെ മണിക്കുട്ടി കേട്ടോ. അപ്പൊ അടുത്ത പിറന്നാളിന് നീയും വേണം എന്നൊക്കെ പറഞ്ഞിട്ട് സ്നേഹത്തോടെ മണിക്കുട്ടി. എന്ന് സ്നേഹത്തോടെ മണിക്കുട്ടി. നിങ്ങളുടെ പേര് ഇവിടെ എഴുതായാലും കുഴപ്പമില്ല കേട്ടോ. ഇങ്ങനെയാണ് ഒരു എഴുതേണ്ടത്. പഠിച്ചല്ലോ. അപ്പൊ എല്ലാവരും ഇന്ന് കുറേ ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെ കിട്ടണമെങ്കിൽ 7:30 ലൈവ് നിങ്ങൾ വന്നോളൂ കേട്ടോ. അപ്പൊ നാളെ പരീക്ഷ അടിപൊളിയായിട്ട് എഴുതാം. ശ്രുതി ടീച്ചർ വീണ്ടും വരാം. ബൈ.